ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നുവോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തയ്ക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരിയാണ്. നന്നായി പഴുത്ത ഏത്തയ്ക്ക തൊലി കളഞ്ഞെടുത്ത് അത് നാലായിട്ട് അരിയുക. വലിയ ഏത്തയ്ക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് നാലായിട്ട് അരിയാം. ആദ്യമേ നടുവേന്ന് രണ്ടായിട്ട് പൊളന്നിട്ട് പിന്നെ ഇത്തിരി നീളമാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ച് കൊടുക്കാം. മൈദയും അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. മൈദ 1 കപ്പും അരിപ്പൊടി 1 ടീസ്പൂണും. അരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം ഏത്തയ്ക്കാപ്പത്തിന് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എള്ള് 1 ടീസ്പൂണ്, അതുപോലെ 3 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂണോ അല്ലെ 1/4 ടീസ്പൂണോ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കാം. അങ്ങനെ ഏത്തയ്ക്കാപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കി, എന്നിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കി അത് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഏത്തയ്ക്കാപ്പം എണ്ണയിൽ നന്നായി ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ ഏത്തയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നല്ല ചൂടുള്ള ഏത്തയ്ക്കാപ്പം തയ്യാറായിട്ടുണ്ട്. ഈ മഴക്കാലത്തൊക്കെ വീട്ടിൽ ഏത്തയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് 4 മണിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. എന്താണ് പഴംപൊരി? നല്ലതാണല്ലോ.